നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ 17ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ഈ പാഠത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൂടാതെ ഈ എന്ന ചിഹ്നം വരുന്ന വാക്കുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം എങ്ങനെ എഴുതാൻ നോക്കാം. ടീച്ചർ ദേ ആദ്യം ഈ എന്ന അക്ഷരം എഴുതാണ് ഇവിടെ. ഈ ഇപ്പോൾ ഈ എന്നായി അല്ലേ. ഈ എന്നതിൻ്റെ ചിഹ്നം വരയ്ക്കാനായിട്ട് ഈ 2 വരയുടെ മുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ആദ്യം ടീച്ചർ ഒരു ചെറിയ റൗണ്ട് വരച്ച് ആ റൗണ്ടിൻ്റെ സൈഡിലൂടെ ഈ റായ ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി കൊണ്ടുവന്നു. കണ്ടോ, ഈ എന്നതിൻ്റെ ചിഹ്നത്തിന് ഈ ഒരു ഭാഗമില്ല. റാ വരച്ച് താഴേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഉള്ളിൽ കാണുന്ന ഈ 0 ഈ എന്ന ചിഹ്നത്തിന്, ഈയുടെ ചിഹ്നത്തിന് ഇല്ല. ഈ 0 ഇല്ല. ഈയുടെ ചിഹ്നത്തിനാണെങ്കിൽ എങ്ങനെ വേണം? 0 വരച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചതിന് ശേഷം അതിനപ്പുറത്തൂടെ ആ റായെ കൊണ്ടുവന്ന് താഴത്തെ വരയിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് ഈ എന്നതിൻ്റെ ചിഹ്നം. ഇനി നമുക്ക് കുറച്ച് അക്ഷരങ്ങളുടെ കൂടെ ഈ എന്നതിൻ്റെ ചിഹ്നം എഴുതി നോക്കാം. ആദ്യം നമ്മൾ പ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈയുടെ ചിഹ്നം എഴുതി നോക്കാണ്. പ പ്ലസ് ഈയുടെ ചിഹ്നം ഇട്ടു. പ പ്ലസ് ഈ സമം പി. അടുത്തത് നമ്മൾ ച എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈയുടെ ചിഹ്നം വരച്ച് നോക്കാണ്. ച എന്നെഴുതുന്നു. ഈയുടെ ചിഹ്നം മുകളിലായിട്ട് വരച്ചു. ചീ. ച പ്ലസ് ഈ സമം ചീ. അതിനുശേഷം ത എന്ന അക്ഷരം വരച്ചു. ഈ എന്ന ചിഹ്നവും ഇട്ടു. എങ്ങനെ വായിക്കും? തീ. പിന്നീട് രാ എന്ന അക്ഷരം ഇട്ടിട്ട് ഈയുടെ ചിഹ്നം വരച്ച് നോക്കുകയാണ്. രാ എന്നെഴുതുന്നു. ഈയുടെ ചിഹ്നം ഇട്ടു. ഇപ്പം എങ്ങനെ വായിക്കും? രീ. ഇനി ഈയുടെ ചിഹ്നം വരുന്ന വാക്കുകൾ പഠിക്കാം. ആദ്യം പഠിക്കുന്ന വാക്ക് പീലി. ആദ്യം പ എഴുതി, ഈയുടെ ചിഹ്നം വരച്ചു. ഇപ്പൊ പി ആയി അല്ലേ, പീ ആയി. ഇനി ലാ എഴുതിയിട്ട് ഇ എന്നല്ലേ കേൾക്കുന്നുള്ളൂ, പീലി. ഇവിടെ ഇ എന്ന് കേൾക്കുന്നുള്ളൂ, അപ്പൊ ഈയുടെ ചിഹ്നം എഴുതി, പീലി. ഇവിടെ നീട്ടി ഉച്ചരിക്കുന്നുണ്ട്, ഇവിടെ അത്ര തന്നെ നീട്ടി ഉച്ചരിക്കുന്നില്ല, പീലി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് ചീര എന്നാണ്. ച എഴുതി, ഈ എന്നതിൻ്റെ ചിഹ്നം വരച്ചു. ഇനി രാ എന്ന അക്ഷരം കൂടെ വരച്ചു. ചീര. ഇനി നമ്മൾ കീരി എന്ന വാക്ക് എഴുതാൻ പോവാണ്. ക എഴുതി, ഈ എന്ന ചിഹ്നം എഴുതുന്നു. രാ എഴുതിയിട്ട് ഇ എന്ന ചിഹ്നവും ഇട്ടു. എങ്ങനെ വായിക്കും? കീരി. ഇനി നമ്മൾ എഴുതുന്ന വാക്ക് തീരം എന്നാണ്. തീ. താഴ്തി, ഈയുടെ ചിഹ്നം തീ. രം. രാ എഴുതി അമ്മിന്റെ ചിഹ്നം രം. തീരം. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന വാക്ക് നീരാവി. നീ. എഴുതിയിട്ട് ഈയുടെ ചിഹ്നം നീ. രാ. രാ എഴുതി ആന്റെ ചിഹ്നം അല്ലേ, രാ വി. വാ എഴുതിയിട്ട് ഇ എന്നതിന്റെ ചിഹ്നം നീരാവി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് ചീവീട്. ചീ. ച എഴുതി, ഈ എന്ന ഈ ചിഹ്നം ചേർത്തു. അപ്പൊ എങ്ങനെ വായിക്കും? ചീ. അതിനുശേഷം വീം എന്നാണ് കേൾക്കുന്നത്, വീ. വാ എഴുതിയിട്ട്
ഈ എന്നതിൻ്റെ ചിഹ്നമിട്ടു. ചീവീട്ട് എന്നുള്ളതിന് ടാ എഴുതിയിട്ട് ചന്ദ്രക്കല ട്ട്. ചീവീട്. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന വാക്ക് നീല എന്നാണ്. നാ എഴുതി ഈടെ ചിഹ്നം. നീല. അടുത്ത് നമ്മൾ പഠിക്കുന്ന വാക്ക് വീണ എന്നാണ്. ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. വീണ. ഇപ്പൊ നമ്മൾ പാഠം 17 പഠിച്ചു കഴിഞ്ഞു. പാഠം 17 നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് നമ്മൾ പാഠം 17 പഠിച്ചത്. ഈ ചിഹ്നം ഈ അക്ഷരങ്ങളുടെയൊക്കെ കൂടെ ചേർത്ത് ഉച്ചരിക്കാനും എഴുതാനും പഠിച്ചു അല്ലേ? പി, ചീ, തീ, രീ. ഈ എന്ന ശബ്ദം ഏതൊരക്ഷരത്തിന്റെ കൂടെയും ചേർന്ന് കേൾക്കാനായിട്ട് ഈ ഒരു ചിഹ്നം ഇട്ടാൽ മതി. ഇതിന് കെട്ടുവള്ളി എന്നും പറയൂ കേട്ടാ. കെട്ടുവള്ളി. പിന്നെ നമ്മൾ ഈ വരുന്നതായ വാക്കുകളാണ് പഠിച്ചത്. പീലി. ഒരുമിച്ച് വായിച്ചോളൂ. പീലി, ചീര, കീരി. മയിലിന്റെ പീലിയാണ് അല്ലെ? മയിൽപ്പീലിയുടെ പീലി. ചീര നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചീര. പിന്നീട് കീരി എന്ന വാക്ക് പഠിച്ചു. പാമ്പിന്റെ ശത്രുവാണ് കീരി. പിന്നീട് തീരം എന്ന വാക്ക് പഠിച്ചു. കടലിന്റെ തീരമുണ്ട്, പുഴയുടെ തീരമുണ്ട്, കായലിന്റെ തീരമുണ്ട്. അപ്പോൾ അതേ കണ്ടോ, ഇത് കടലിന്റെ തീരാണ് ചിത്രം കാണുന്നത്. തീരം എന്ന വാക്ക് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ നീരാവി എന്ന വാക്കാണ് പഠിച്ചത് അല്ലേ? വെള്ളമൊക്കെ തിളയ്ക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന ആവിനെ നീരാവി എന്ന് പറയും. നീരാവി എന്ന വാക്ക് പഠിച്ചു. പിന്നീട് ചീവീട് എന്ന വാക്കും പഠിച്ചു. ഭയങ്കര ഒച്ചയിൽ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കൊച്ചു ജീവിയാണ് ചീവീട്. പിന്നീട് നമ്മൾ നീല എന്ന വാക്ക് പഠിച്ചു. നീല ഒരു നിറമാണ്, ബ്ലൂ കളർ. പിന്നീട് നമ്മൾ വീണ എന്ന വാക്കാണ് പഠിച്ചത്. വീണ ഒരു സംഗീത ഉപകരണമാണ്. വീണ എന്ന വാക്കും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാഠം 17 പഠിച്ചത്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായി എഴുതി പഠിച്ചുല്ലോ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കുറച്ച് വാചകങ്ങൾ എഴുതി നോക്കാം. കേട്ടെഴുത്തിൽ ഇന്ന് ആദ്യം പറയുന്ന വാചകം ഈട് തരണം. ഈട് തരണം. ഈട് തരണം. രണ്ടാമത്തെ വാചകം ഈച്ച പാറി. ഈച്ച പാറി. മൂന്നാമത്തെ വാചകം ഈണം പാടി. ഈണം പാടി. നാലാമത്തെ വാചകം ചായ തരാം. ചായ തരാം. അഞ്ചാമത്തെ വാചകം മയില് മല കയറി. മയില് മല കയറി. ആറാമത്തെ വാചകം പയറ് കറി വയ്ക്കാം. പയറ് കറി വയ്ക്കാം. ഏഴാമത്തെ വാചകം മരം കയറാം. മരം കയറാം. എട്ടാമത്തെ വാചകം കാക്ക പാറി. കാക്ക പാറി. ഒമ്പതാമത്തെ വാചകം അരണ ചാടി. അരണ ചാടി. പത്താമത്തെ വാചകം പണം തരാം. പണം തരാം. വായിച്ച് പരിശീലിക്കാനുള്ള വാചകങ്ങൾ കണ്ടല്ലോ. അവ നന്നായി തെറ്റുകൂടാതെ വായിച്ച് അതിൻ്റെ വോയിസ് ടീച്ചർക്ക് അയച്ചു തരണം. കൂടാതെ ഇന്ന് ക്ലാസ്സിൽ എഴുതി പഠിച്ചതും കേട്ടെഴുത്ത് അഥവാ ഡിക്റ്റേഷൻ്റെ വാക്കുകളും അയച്ചു തരണം.
ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.